Hello guys. Guys, ഇന്ന് സൺഡേ അല്ലേ? അതെ സൺഡേ ആണ്. അപ്പോൾ സൺഡേ കുക്കർ ബിരിയാണി സ്പെഷ്യൽ. അതെ ഇന്നത്തെ വ്ലോഗ് കുക്കർ ബിരിയാണി. സ്റ്റാർട്ട് ചെയ്യാം. Come on guys. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ 1 കിലോ ചിക്കനാണ് 1.5 കിലോ ചിക്കൻ ഉണ്ടാവും ഏകദേശം. അതിലോട്ട് തൈരും മഞ്ഞപ്പൊടിയും ഇടണം. പിന്നെ കുറച്ച് ഗരം മസാലയും അത് ഇടാൻ പോവാണ്. ചിക്കനിലേക്ക് തൈരിട്ടു. തൈരിനൊക്കെ അളവുണ്ടോ? അളവുണ്ട്. 1.5 സ്പൂണൊക്കെ മതി. ഇതിപ്പോ അത് കുഴപ്പമില്ല. 1 കപ്പ് എന്നാണ് കണക്ക്. 1/2 കപ്പ് ഒക്കെയാണ് കണക്ക്. കറക്റ്റാ. അതൊക്കെ നമ്മളെ അളവിനനുസരിച്ച് ഇടുക. എന്താ അര സ്പൂൺ മഞ്ഞപ്പൊടി. ഓക്കെ. ഗരം മസാല നമ്മൾ ഇട്ടു. 1 സ്പൂൺ ഗരം മസാലയാണ് കേട്ടോ ഗൈസ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. സോറി ഗൈസ്, ഉപ്പിട്ടില്ല. നമ്മൾ ഉപ്പും ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. അതെ, മിസ്ക്. നമ്മൾ മല്ലിയിലയും അതിന് പാതി പുതിനയിലയും കൂടി ഇതിൽ ചേർത്ത് മിക്സ് ചെയ്ത് അതായത് നമ്മൾ എടുക്കുന്ന മല്ലിയിലയുടെ കറക്റ്റ് ഒരു ഹാഫോളം കയ്യിൽ പോയി. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എടുക്കുന്നത് നമ്മൾ മല്ലിയില ഇടുകയാണെങ്കിൽ അതിൽ നേരെ പാതി പുതിനയിലയും ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ പോലെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ്. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മളൊരു അരമണിക്കൂറൊക്കെ വെക്കും. പിന്നെ ഞങ്ങള് കപ്പലണ്ടി വാങ്ങാൻ മറന്നുപോയി. അതെ, അത് വാങ്ങാൻ പോകും. അപ്പോൾ ആ അരമണിക്കൂർ ടാലിയാവും. ഇനി നമ്മൾ കുക്കറിലുള്ള പരിപാടി നോക്കാൻ പോവാണ്. കുക്കർ ബിരിയാണി അല്ലേ. നമ്മൾ എണ്ണ ഒഴിച്ചു. എണ്ണ നമ്മൾ ഇത്തിരി അളവിൽ നമ്മൾ അങ്ങോട്ട് ഒഴിക്കുക. നമ്മൾ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മളിവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഗൈസ്. വെളിച്ചെണ്ണ പറ എങ്ങനെയാണെന്ന്. വെളിച്ചെണ്ണ ശുദ്ധമായി ഫ്രഷ് തേങ്ങ തെങ്ങുമെന്ന് ഇട്ട് ഉണക്കിയെടുത്ത് ശ്രീനാഥ് തന്നെ പറിച്ച് പൊതിച്ച് ഉണക്കി ആട്ടിക്കൊണ്ട് വന്ന തേങ്ങ എണ്ണ. പപ്പ കേൾക്കണ്ട. 2 ടീസ്പൂൺ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. സവാളയും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതാ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാൻ പോവാണ്. ചൂടായ എണ്ണയിലേക്ക് ഇതിൽ എണ്ണയും 2 ടേബിൾ സ്പൂൺ ഇതുമുണ്ട്, നെയ്യും ഉണ്ട്. അപ്പോൾ നമ്മളത് കപ്പലണ്ടി എടുത്തിട്ട് അങ്ങനെ വറുത്തെടുക്കുകയാണ് ഇപ്പോൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്തിരി വറുത്തെടുക്കും. മുന്തിരി ഇടാറായില്ലേ? ഇല്ല, ഇത് സെപ്പറേറ്റ് ചെയ്യാം. ഞാൻ പ്രോ കുക്കൊക്കെ അങ്ങനെയാണ്. താങ്കൾ ഇപ്പൊ പറഞ്ഞത് എന്തായിരുന്നു, ഒന്നും കൂടി പറയുമോ? ആൾക്കാർ കരുതും ഇവ എന്ത് കോപ്രായ കാട്ടിക്കൂട്ടുന്നത്. അതല്ല, ഇത് മുമ്പ് ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ. എന്ത്? അത് പറഞ്ഞ പ്രോക്കുകൾ അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. എല്ലാം കൂടി ഇട്ട് കൂട്ടി ഇളക്കില്ല. ഒരു താങ്കൾ ആ ഷൂട്ടിൽ നിന്ന് നിർത്തിയിട്ട് ഒരു പ്ലേറ്റ് എടുത്തു തരാണെങ്കിൽ ഞാൻ അത് ഇട്ടിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ കരിയും. ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്, വേഗം വന്നെടുത്തോ. എനിക്കിതിന് ഇടയ്ക്ക് ഓടിപ്പോയി എടുക്കാൻ പറ്റത്തില്ല ശ്രീനാഥ. ഞാൻ ഇവിടെ ഒരു വീഡിയോഗ്രാഫർ അല്ലേ. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇനി നമ്മൾ അതിലോട്ട് തന്നെ മുന്തിരി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. അത് പെട്ടെന്നാവും ഗൈസ്. അത് ഇട്ട ഉടനെ തന്നെ ആവും. എന്താ ആയിക്കഴിഞ്ഞില്ല, അത് വീർത്ത് വരും. വീർത്ത് വന്നു. നന്നായിട്ട് വീർത്ത് വരും. ഇനി ആ സെയിം ഓയിലേക്ക് തന്നെ സവാള വറുത്തെടുക്കാൻ പോവാണ്. കുറച്ച് സവാളയോ? കുറച്ച് സവാള മാത്രമേ വറുത്തെടുക്കൂ. എനിക്കൊന്നും പറയാനില്ല, താങ്കൾ പറയൂ. ഇവിടെ ചെറിയൊരു അടിയൊക്കെ കഴിഞ്ഞു. നിങ്ങൾ വല്ലതും അറിഞ്ഞോ? പിന്നെ ഇപ്പൊ നമ്മൾ സവാള ഏകദേശം ആയിട്ടുണ്ട്. വല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കരിയും ഗൈസ്. അപ്പൊ നമ്മള് കരിയുന്നതിന് മുന്നേ എടുക്കണം. ഗ്യാസ് കുറച്ച് കൂട്ടി വെക്കുകയാണെങ്കിൽ വേഗം വറുത്ത് കിട്ടിയാനെ. താങ്കൾ ഐഡിയ എല്ലാം പറഞ്ഞു തരും. സൂപ്പർ. അതറിയില്ലായിരുന്നു എനിക്ക്. അതുകൊണ്ടായിരിക്കും ഇത്രയും നേരം ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്നത്. കോരി എടുക്കട്ടെ മീനു. എടുത്തങ്ങോട്ട് അണ്ടിപ്പരിപ്പൊക്കെ മീനു കരിച്ചു വെച്ച് ഗൈസ്. കണ്ടില്ലേ? കരിച്ചു അടിച്ച മീനു. അവർക്ക് കാണുമ്പോ മനസ്സിലാവും ആരാ ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇനി നമ്മൾ അതിലോട്ട് സവാള ഇടാണ്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള സവാള.
സവാള കഴിയുമ്പോൾ സവാള നല്ല ബ്രൗൺ കളറ് ആയി വരുമ്പോൾ നമ്മൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം ചതച്ചത് ഇടണം. ഇനി നമ്മൾ ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. ഓക്കെ, ഇനി നമ്മൾ ആ സെയിം ടൈമിൽ തന്നെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്ത അരി 3 ഗ്ലാസ് അരിയാണ്, നമ്മൾ 4 പേർക്ക് 3 ഗ്ലാസ് അരി. അപ്പം 3 ഗ്ലാസ് അരിയിൽ നമ്മൾ ആ 3 ഗ്ലാസ് തന്നെ വെള്ളം നമ്മൾ ചൂടാക്കി വെക്കണം. നമ്മൾ എടുക്കുന്ന ഗ്ലാസ് ഏതാണോ ആ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിക്ക് ആ സെയിം ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് വെള്ളം, അങ്ങനെയല്ലേ വേണ്ടേ? അതെ, കറക്റ്റ്. ഇനി അടുത്തത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്, അതെല്ലാം ഇതിലോട്ട് ഇടും. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ അതിലോട്ട് ഇതേവരെ ഒരു മീഡിയം സൈസ് തക്കാളി അത് മുറിച്ചത് ഇട്ടിട്ടുണ്ട്. ഇത് അധികം ഇങ്ങനെ വല്ലാതെ വഴറ്റി വരുന്ന പോലെ അത്ര വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, നമുക്ക് അതിൻ്റെ മുന്നേ തന്നെ ചിക്കൻ കാണിക്കാം. പിന്നെ നമ്മൾ ഈ തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പിടണം. ഉപ്പ് കുറച്ച് അധികം നിൽക്കുന്ന പോലെ തന്നെ ഇടണം, കാരണം ആ റൈസ് ഇതിൽ കിടന്നിട്ട് വേവ്. അപ്പോൾ നമ്മൾ അതിനൂടെയും കണക്കാക്കിയിട്ടുള്ള ഉപ്പ് ഈ വെള്ളത്തിൽ ഇടണം. ഓക്കെ, ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, റെസ്റ്റ് ചെയ്യാൻ വെച്ചത്, അത് ഇതിലോട്ട് ഇടണം. ഓക്കെ, അതാണ് അടുത്ത കർമ്മം. ഓക്കെ, ചിക്കൻ ഇതിലോട്ട് നമ്മൾ ഇട്ടു. ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഓക്കെ, അതെ, സൗണ്ടിൽ മിക്സ് ചെയ്യാം. സൗണ്ടിൽ മിക്സ് ചെയ്യാം. അതെ, മിക്സിങ് ആകുമ്പോൾ അങ്ങനെയാണ്, തെറിച്ച് പോകണം. പിന്നെ ഇനി എന്താണ് ഷെഫ് ചെയ്യേണ്ടത്? ഇനി ഷെഫ് അടുത്ത് പറഞ്ഞുതരാം, സ്റ്റുഡൻറ്റ് വെയിറ്റ് ചെയ്യൂ. ഞാനിപ്പോഴും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ആവണം, എല്ലാ പീസുമായിട്ട് നന്നായിട്ട് മിക്സ് ആയതിൻ്റെ ശേഷം നമ്മൾ അരി ഇടാനായിട്ടില്ല. അരി ഇടുന്നതിൻ്റെ മുന്നേ ഇതൊന്ന് ചെറുതായിട്ട് കുക്കാവണം എല്ലാ സൈഡും. അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഈ പാത്രം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. അത് നമുക്ക് കളർ വരണം, ഒരു വൈറ്റ് കളർ വരുന്നവരെ വെക്കണം. അങ്ങനെയാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ. ഇതാ ഇപ്പം നല്ല ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടോ? വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ചിക്കൻ ഒരു പാതി വേവ് ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടെ ഗരം മസാല ഒന്ന് ഇടണം. ഈ സമയത്ത് ഗരം മസാല 1 സ്പൂണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയതിൻ്റെ ശേഷം ഉപ്പില്ലെന്നുണ്ടെങ്കിൽ ഉപ്പിടണം, കാരണം ഇപ്പോഴേ നമുക്ക് ഉപ്പിടാൻ പറ്റും. പിന്നെ നമ്മൾ അരി ഇടും. പിന്നെ ഈ മല്ലിച്ചപ്പ് കുറച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ചിക്കൻ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യണം, കാരണം അരി നമുക്ക് ഇടണം. അപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് വെക്കണം. എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മൾ ചിക്കൻ വെച്ചിട്ട് നമ്മൾ അരി അതിലോട്ടിടണം. ഇനി നമ്മൾ ജീരകശാല അരിയാണ് ഇവിടെ യൂസ് ചെയ്യാറ് എപ്പോഴും. ഇത് കണ്ടോ, ജീരകശാല അരിയാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പോൾ ആ അരിനെ നമ്മൾ 3 കപ്പ് അരി എടുത്തിട്ടുള്ളത്, അത് കാരണം തന്നെ 3 കപ്പ് വെള്ളവും ചൂടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ 3 കപ്പ് അരി നമ്മളിതിൻ്റെ പുറത്ത് ഇങ്ങനെ ലെവൽ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മൾ സോക്ക് ചെയ്ത് വയ്ക്കൊന്നും വേണ്ട. നമ്മൾ ഈ അരി ജീരകശാല അരി ഒരു അരമണിക്കൂർ മുന്നേ കഴുകിയിട്ട് നന്നായിട്ട് ഊറ്റി വെച്ചാൽ മതി, സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം തവി വെച്ചിട്ട്. ഓക്കെ, നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. പിന്നെ അത് ഇളക്കരുത്. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം ഇതിലോട്ട് പതിയെ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, അങ്ങനെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ട് പതിയെ വെള്ളം ഒഴിച്ച് കൊടുക്കുക.
ഇനി ഇളക്കണ്ട. അപ്പൊ ഇനി ഇളക്കരുത്. എന്നിട്ട് നമ്മൾ കുക്കർ മൂടി വെക്കണം. ഓക്കെ, ലോക്ക് ചെയ്യല്ലേ? ആ ഇനി നമ്മൾ കുക്കർ ലോക്ക് ചെയ്യാൻ പോവാണ്. ഇനി കറക്റ്റ് ഒരു വിസിൽ ലോ ഫ്ലെയിമിലാണോ? ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ അടിക്കണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. അത് കഴിയുമ്പോൾ ആയി, സംഭവം റെഡി. ഇനി നമ്മളിത് ഓഫ് ചെയ്തു. ഇനി 20 മിനിറ്റ് അങ്ങനെ ലീവ് ചെയ്യണം. ഓക്കെ, സൈഡിലേക്ക് നോക്കണ്ട നമ്മള്. അതെ, ഫസ്റ്റ് വിസിൽ അടിച്ചു, ഓഫ് ചെയ്യുക, 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എന്താവുന്നത്. പറ, 2 വാക്കുകൾ പറയൂ. 2 വാക്കുകൾ പറയാനാണെങ്കിൽ ബിരിയാണി റെഡി ആവും. നല്ല ബിരിയാണിയാണ്, സൂപ്പർ ബിരിയാണിയാണ്, എൻ്റെ ബിരിയാണിയാണ്. അതെ, മമ്മി ദാ ഇവിടെ തൂത്തോണ്ട് വെക്കുന്നുണ്ട്. അടുക്കളൊക്കെ എപ്പോഴത്തേക്കാളും ഭയങ്കര വൃത്തിയിലാണ് ഞാൻ സൂക്ഷിച്ചിട്ടുള്ളത്. ഇതുണ്ടോ, ഇത് നമ്മളെ പുതിയ മീൻകുട്ടന്മാരാണ്. 2 ഗപ്പിയുണ്ട്, പിന്നെ പേരറിയാത്ത ഏതോ കളർ മീനും ഉണ്ട്. മൊത്തം 12 മീനുണ്ട്. വെള്ളം മാറ്റാറായിട്ടുണ്ട്, നമുക്ക് അത് മാറ്റാം. എന്താണ് മണി പ്ലാന്റ് ഒക്കെ തൂക്കിയിടേ 4 ചെടിച്ചട്ടോള് വാങ്ങിത്തരും. നാളെ മമ്മി എന്നെ കൊണ്ട് ഷോപ്പിങ്ങിന് പോണം. പോവും. എന്താ ഓക്കെ, വീഡിയോ ആണായിട്ടിരിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റാതെ നല്ലൊരു ചക്കയൊക്കെ നിൽക്കുന്നുണ്ട്. അയ്യോ, ചക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഗൈസ് പേടിയാവുന്നുണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. അതിനകത്ത് ഞങ്ങളുടെ ഇവിടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു, അതിന്റെ പേരെന്താ, സപ്പോർട്ട ഉണ്ട്. നന്നായിട്ട് കായ ഉണ്ടായിരുന്ന സപ്പോർട്ടായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ കായ മേലെ കൂടിയിട്ട് നമ്മള് വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ അടുത്ത ദിവസം ഈ സാധനം നേർ പകുതിയിൽ വെച്ചിട്ട് ഒടിഞ്ഞു വീണു. അത് നമുക്ക് നോക്കാം. ചക്ക താഴെ വീഴോ അല്ലെങ്കിൽ പ്ലാവ് മുറിഞ്ഞു വീഴോ നമുക്ക് നോക്കാം. നോക്കട്ടെ. ഇപ്പം ഞാൻ ഓർമ്മ വന്നപ്പോൾ പറയാട്ടോ ഒരു കാര്യം. ഈ ഒരു കഴിഞ്ഞ സൺഡേ നമ്മുടെ ഇവിടുത്തെ റോഡിൻ്റെ ഇനാഗുറേഷൻ ആയിരുന്നു. ആ ടൈമിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാണ്ടിരിക്കും. ഞാനും മമ്മിയും കൂടെ പോകാൻ നിൽക്കുക. ശ്രീനാഥും പപ്പ ഓൾറെഡി അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ദൂരെ നിന്ന് ഒരു 6 പെൺകുട്ടികൾ നടന്നു വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇനാഗുറേഷൻ്റെ എവിടേക്ക് വരുന്ന കുട്ടികളാവുമെന്ന് ഞാൻ വിചാരിച്ചത്. ആയിരുന്നില്ല, അവരെൻ്റെ ഫാൻസ് ആയിരുന്നു. അങ്ങനല്ല. അപ്പൊ അവരിങ്ങനെ വന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോ ഇവിടെ ഫ്രണ്ടില് മതിലിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഞാൻ ഓർത്ത് എന്താ ഇവരിവിടെ നിൽക്കുന്നതെന്ന് ഓർത്തു. കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ അകത്തേക്ക് കയറി വന്നേ. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. അവർ എന്നെ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നതാ. എന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു വീഡിയോസ് കാണാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. 6 കുട്ടികൾ, ഞാൻ പേര് മറന്നുപോയി. അവർ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങളുടെ പേര് കമന്റ് ചെയ്യണം കേട്ടോ. ഒരാളുടെ പേര് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, വൈഗ. അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വിട്ടുപോയി. അതെ, ഞാൻ പറയാം. അതെന്താ സംഭവം എന്ന് വെച്ചാൽ എന്നിട്ട് ഇവര് പോയി. അപ്പൊ അതിലൊരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അപ്പൊ അത് കേക്ക് കെട്ടാണ്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ആ കുട്ടിയുടെ വീട്ടിലേക്ക് വന്നതാ. അപ്പൊ എന്നെ കണ്ടപ്പോൾ ഇങ്ങോട്ട് കയറി വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞതാ. എന്നിട്ട് പോയി കഴിഞ്ഞാൽ അവർ 6 പേരും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 2 കുട്ടികൾ വീണ്ടും തിരിച്ചു വന്നു. ഏട്ടൻ എവിടെയെന്ന് ചോദിച്ചിട്ട്. ഏട്ടന്റെ ഫാൻസാ ഏട്ടനോട്. പക്ഷെ അത് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അതിന്റെ പിറ്റേ ദിവസം പപ്പ അമ്പലത്തിൽ പോയപ്പോൾ പപ്പ എടുത്തും പറഞ്ഞു വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് അവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പപ്പ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അത് എന്താ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഇതിനെ കുറിച്ച്? സന്തോഷം, വളരെയധികം സന്തോഷം. നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ ആരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീഡിയോസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും. അപ്പൊ ഇങ്ങനെ കണ്ട് അതായത് നമ്മുടെ വീഡിയോ 1-2 വീഡിയോസ് അത്യാവശ്യം വ്യൂസ് കിട്ടിയാണ് നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ അറിയുന്നത്. അപ്പൊ അവരിങ്ങനെ കാണുമ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എല്ലാവരും ഇങ്ങനെ നല്ലതായിട്ട് പറയുന്നത്, ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കളിയാക്കും. പക്ഷെ എല്ലാവരുടെ അടുത്തും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഇങ്ങനെ റിപ്ലൈ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു സത്യം പറഞ്ഞാല്. ഞങ്ങളിങ്ങനെ വീഡിയോ ഇടാനും ഞാനായാലും ഇവളായാലും ഭയങ്കര ഷയ്യാ. അപ്പൊ അത് കാരണം ഇങ്ങനെ വീഡിയോ ഇടണം ഇങ്ങനെ ഇതാവുന്നുള്ള പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് യാദൃശ്ചികമായിട്ട് വന്നത്, അതിന്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. അത് ഞങ്ങൾ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്തുള്ള കാര്യം, അതിന്റെ പിന്നിൽ വേറൊരു സ്റ്റോറി ഉണ്ട്. അത് ഞാൻ രണ്ടാൾക്കും ഇപ്പൊ ആൾക്കാർ കാണുമോ അയ്യോ അവരെന്ത് വിചാരിക്കും, ആ ഒരു സംഭവം ഉണ്ട്. ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോ ഒരാളുടെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല, ഒരാൾക്ക് പോലും അയച്ചു കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഏതോ ഒരു വീഡിയോ
ഒരു 2 മില്യന്റെ മേലെ എന്തോ വ്യൂസ് വന്നപ്പോ അങ്ങനെ ഇപ്പൊ എന്റെ കുറെ ഫ്രണ്ട്സ് ഇത് അയച്ചു തന്നു. എന്റെ ഫ്രണ്ട്സും അതെ, ഞാൻ ആരുടെ ഫ്രണ്ട്സ് അപ്പോഴാണ് അറിയുന്നത് പോലും. കാരണം ഞങ്ങൾ ആരടുത്തും പറഞ്ഞില്ല. ഞാൻ ഇവിടെ പപ്പ, മമ്മി, പിന്നെ അച്ഛൻ, അമ്മ, അച്ചു, ഇത്രയും പേർക്ക് മാത്രമേ അറിയുള്ളൂ. വേറൊരാൾക്കും അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ 2 മില്യൺ 3 മില്യൺ 4 മില്യൺ ഒക്കെ വീഡിയോ വ്യൂസ് അടിച്ചപ്പോഴാണ് ആൾക്കാർ ഇതേപോലെ ഇത് കൊള്ളാം കൊള്ളാം. അതുപോലെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തതും, നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും ഞങ്ങൾ രണ്ടാളിങ്ങനെ ഓരോ ചെയ്യണം എന്ന് ഞങ്ങൾ പറയും. നമ്മൾ ഇന്ന് സംസാരിക്കും നമുക്ക് ചെയ്യണം കേട്ടോ എന്ന് പറയും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ പുറകെ ഞങ്ങൾ രണ്ടാളും പോകാറില്ല. മടിയുടെ കാര്യത്തിൽ എല്ലാം ഒരേപോലെയാണ്. ഇപ്പൊ തന്നെ ഞങ്ങൾ ഒരു 3-4 വീഡിയോ വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുവരെ അത് എഡിറ്റ് ചെയ്തിട്ടില്ല, ഇട്ടിട്ടില്ല. അപ്പം ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ദിവസം അപ്പൊ എന്റെ ഒരു കസിൻ ഉണ്ട്. അവൾ എനിക്ക് ഞങ്ങളുടെ അതായത് യൂട്യൂബിൽ വൈറലായ വീഡിയോ ഞങ്ങൾക്ക് ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തു. ഇതൊക്കെ എവിടെയാ പോസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ യൂട്യൂബിലിട്ട വ്ളോഗ് ഒരു ചേട്ടൻ ഡൗൺലോഡ് ചെയ്തിട്ട് ആ ചേട്ടൻ ഇൻസ്റ്റയിൽ ഇട്ടേക്കുവാണ്. അതിനൊരു 4 lakh സംതിങ് വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് നമുക്കിടണ്ടേ എന്ന് വിചാരിച്ച് ഞങ്ങൾ അപ്പോഴാണ് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ഇട്ടത്. യൂട്യൂബിൽ നിന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു ചേട്ടൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു. എന്നിട്ട് പുള്ളിക്ക് 4 ലക്ഷം 5 ലക്ഷം വ്യൂസ് എന്തോ പുള്ളിക്ക് കിട്ടി. അപ്പോഴാണ് ഞങ്ങൾക്ക് നമുക്ക് തുടങ്ങാം, വലിയ കുഴപ്പമൊന്നുമില്ല. അതിൽ ഞങ്ങളുടെ യൂട്യൂബിൽ വൈറലായ വീഡിയോ ഇൻസ്റ്റയിൽ കുറെ പേര് അതിനെന്താ റിയാക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ആ വീഡിയോസ് കുറെ ആൾക്കാർ അത് യൂസ് ചെയ്തിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വീണ്ടും എൻ്റെ ആ ഒരു കസിൻ തന്നെയാണ് വീണ്ടും ആ വീഡിയോ എനിക്ക് അയച്ചത്. അതായത് ഒരാൾ ആ വീഡിയോ വെച്ചിട്ട് ആൾ ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. പകുതി നമ്മുടെ വീഡിയോ കൊടുത്തേക്കുന്നത് അത് അവൾ വീണ്ടും എനിക്ക് അയച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവള് വഴിയാണ് ഞങ്ങളുടെ വീഡിയോസ് പലതും ഞങ്ങൾ കാണുന്നതെന്നുള്ളത്. അപ്പൊ സംസാരിച്ച് ബിരിയാണിയുടെ കാര്യം നമ്മൾ മറന്നു. ഇനി നമുക്കിപ്പോ ടൈം ആയിട്ടുണ്ട്, 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കപ്പൊ ബിരിയാണി നോക്കാം. പിന്നെ പ്രത്യേക കാര്യം, നിങ്ങള് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കണം എന്ന് കരുതിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണരുത്, സ്കിപ്പ് ചെയ്ത് പോകണം. ഇത് അങ്ങനത്തെ നല്ലൊരു ബിരിയാണി ഒന്നുമില്ല, തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. നല്ല ബിരിയാണി നിങ്ങൾക്ക് നല്ല നല്ല ചാനലുകൾ കിട്ടും. അല്ല കഴിച്ചില്ല, ഞാൻ പറഞ്ഞത് നമുക്കിപ്പോ കറക്റ്റ് അളവുകൾ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഇപ്പൊ ഇതിന് റെസിപ്പി എന്ന് പറഞ്ഞിട്ടില്ല. നമ്മള് സൺഡേ ഇപ്പൊ എനിക്ക് ഒരു ഫൺ രീതിയിലുള്ള വീഡിയോ എന്നുള്ളത് കരുതിയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അല്ലാതെ പ്രോപ്പർ കുക്കിംഗ് വീഡിയോ അല്ല ഇത്. നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ അങ്ങനെയൊക്കെ ചോദിച്ച ആൾക്കാർ മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ സൺഡേ ഇപ്പൊ കൂടുതൽ ചെയ്യുന്നത് ഇപ്പം എപ്പോഴും മിക്കവാറും ദിവസങ്ങളിൽ കൂടുതൽ ഇതാണ് രാവിലെ എന്ത് കഴിക്കും, അതാണ് വലിയ ചോദ്യം. രാവിലെ കഴിക്കുന്നതിൽ വലിയ ചോദ്യമില്ല, കാരണം ശ്രീതാ എണീറ്റ് വരുമ്പോൾ 10 മണിയാവും, ഞാൻ എണീറ്റ് വരുമ്പോൾ 8 മണിയാവും. അപ്പൊ ഓൾറെഡി മമ്മി എന്താണോ ഫുഡ് എന്നുള്ളത് ഓൾറെഡി മമ്മി അത് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് രാവിലത്തെ ഫുഡിനെ കുറിച്ച് ഇതില്ല. പിന്നെ ഉച്ചക്കത്തെ ഫുഡ്. അപ്പൊ രാവിലത്തെ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഞാൻ മമ്മിയുടെ ചോദിക്കും ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ വൈകിട്ടാകുമ്പോഴത്തേക്ക് ശ്രീനാഥ് ചോദിക്കും വൈകിട്ട് എന്താ ഭക്ഷണം ഉണ്ടാക്കുക. അതെ, അതാണ് ഇവിടുത്തെ വലിയ ചോദ്യം, ഇമ്പോർട്ടന്റ് ടോപ്പിക് അതാണ്. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായതുകൊണ്ട് മടിയാ, വേറെ ഒന്നുമില്ല നമുക്ക്, ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതില്. എന്നാലും ഞാൻ ഇടുക്കിയിൽ പോയ സമയത്ത് ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് പിന്നെ നമുക്ക് ബിരിയാണി അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കണ്ടിന്യൂസ് പോകുന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നമ്മൾ എടുത്ത് അതേപോലെ തന്നെ അങ്ങ് ഇട്ടാൽ മതി. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അത് നമ്മൾ എഡിറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് ഈ വീഡിയോ ആണ് ആദ്യം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വേഗം തന്നെ ഇടുന്നതെന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ബിരിയാണി നോക്കാം. പ്രഷർ എല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. എന്താണ് അവസ്ഥ അറിയാം. കൊള്ളാം ഗൈസ്, കണ്ടിട്ടൊരു ബിരിയാണിയുടെ ലുക്ക് ഒക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ കുക്കർ ബിരിയാണി നമ്മൾ വീഡിയോ കണ്ടിട്ടുള്ള കുക്കർ ബിരിയാണികളുടെ പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ആകെ 4 ആളുകളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും ചെറിയ വയറായ കാരണം ഇതേപോലത്തെ പാത്രത്തിലൊന്നും ഉണ്ടാക്കിയ തൈല ഗൈസ് കണ്ടോ ഫുള്ളായി വന്നു. ഇനി നമ്മളിത് വേറെ പാത്രത്തേക്ക് മാറ്റാൻ പോവാം. നമുക്ക് ഇത് കമത്താൻ പോവാണ് ഗൈസ്. ഇനിയിപ്പോ ഇത് മിക്സ് ചെയ്ത് നോക്കാം അല്ലേ. ഫിറോസ്കടെ മറ്റേ മച്ചാൻ പറയുന്ന പോലെ നല്ല രസം കിട്ടോ, നല്ല മണം കിട്ടോ. നമ്മളിപ്പോ ഇതിലേക്ക് ഒരു വലിയ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് കുക്കറിൽ നിന്ന്, കാരണം കുക്കറിലിട്ട് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാ മമ്മി കാണാൻ വന്നിട്ടുണ്ട്. മമ്മി എങ്ങനെയുണ്ട് മക്കളുടെ ബിരിയാണി? എങ്ങനെയുണ്ട്? നല്ല രസം കിട്ടോ. ഇത് മമ്മി മിക്സ് ചെയ്തോളൂ, ഞാൻ മിക്സ് ചെയ്ത് ശരിയാവില്ല.
ഞങ്ങള് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങും, പക്ഷെ എല്ലാത്തിനും ഓരോന്നിനും മമ്മി വിളിക്കും, മമ്മി അതെവിടെ, മമ്മി ഇതെവിടെ, മമ്മി പ്രാർത്ഥിക്കാൻ പോവാ ഇരിക്കുമ്പോഴത്തേക്ക് മമ്മി അരി എവിടെയാ, മമ്മി മസാല എവിടെയാ. പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ദിവസത്തില് ഒരു 6-7 മണിക്കൂർ മമ്മി നാമജപത്തിലായിരിക്കും. അപ്പൊ അതിന്റെ ഇടയിലായിരിക്കും മമ്മി അതെവിടെ, മമ്മി ഇതെവിടെ, അല്ലേ മമ്മി? എന്റെ നാമജപം കൊണ്ടാണ് അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാരും കൂടി. അതെ 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 അതെ. ഈ വീട്ടിൽ മമ്മിക്കും പപ്പയ്ക്കും നല്ല ഭക്തിയാ. പിന്നെ മീനുവിനും കുറച്ചുണ്ട്, എനിക്കുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ബിരിയാണി സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി നമ്മൾ ഇതിന്റെ മേലെ കൂടെ ഗാർണിഷ് ചെയ്യാണ്. ഓക്കെ, പരിപ്പൊക്കെ ഇങ്ങനെ വിതറി കൊടുക്കുക, വിതറി കൊടുക്കുക. മുന്തിരി ഇടണം കേട്ടോ. മുന്തിരി ഇങ്ങനെ എടുത്ത് എല്ലാം കൂടെയും എല്ലായിടത്തും കൂടെ ഇങ്ങനെ വാരി വിതറുക. ഇനി അടുത്തത് ഉള്ളി. അതെ, ഇനി അടുത്തത് ഉള്ളി. പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ എല്ലായിടത്തും കൂടെയും പുറത്ത് ചുള്ളി. ലാസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി എടുത്തു വെച്ചോതാ, കഴുകി വെച്ചേക്കുന്ന കേട്ടോ, കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഗൈസ്. അതെ, ഗാർണിഷിംഗ് കഴിഞ്ഞു. ബിരിയാണി ഗൈസ് സത്യമായിട്ട് നല്ല സ്മെല്ലും ഉണ്ട്. ഞങ്ങൾ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷയില്ലാതെ വെച്ച സാധനമാണ്, പക്ഷെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ, ഇത്രയും കുറച്ചും കൂടെ ഓയിൽ കുറച്ച് കഴിഞ്ഞാൽ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബിരിയാണിയാണ്. നമ്മൾ പിന്നെ എണ്ണ എന്ന് പറഞ്ഞാൽ 2 സ്പൂൺ ഒരു വെളിച്ചെണ്ണ, 2 സ്പൂൺ നെയ്യും മാത്രമേ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ബിരിയാണി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കാനുള്ള പരിപാടി നോക്കുകയാണ്. നിങ്ങൾക്ക് എന്തായാലും വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ, ഇപ്പോൾ ഹോസ്റ്റലിൽ ഉള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ് ഇത്. ബാച്ചിലേഴ്സിനൊക്കെ അടിപൊളി ഓപ്ഷനാണ്, കാരണം ഈസിയാണ്. പിന്നെ അതുപോലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും അടിപൊളിയായിട്ട് വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതെ, കുക്കറിലായ കാരണമാണ് നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ എടുത്തത്. നമ്മൾ നോർമൽ കുക്ക് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഞാൻ എപ്പോഴും 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇത് ജീരകശാല അരിയാണ്, ഇത് മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് പ്ലേറ്റിൽ കാണാം. അതെ, കഴിക്കാൻ പോവാണ്. ബൈ പറ. ബൈ. ഇനി ഞങ്ങൾ ഇതാ എസ്തെറ്റിക് ഷൂട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ഫുഡിന്റെ എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? ഇനി നമ്മളിതാ കഴിച്ചു നോക്കാൻ പോവാ കേട്ടോ. അതെ, കുറച്ചെടുത്ത് കഴിച്ചു നോക്കാം. ചൂടുണ്ടോ? ചൂട് വലിയ ചൂടൊന്നുമില്ല, കഴിക്കാവുന്ന ചൂടേ ഉള്ളൂ. ചൂട് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു മസാലയുടെ ഒരു ഇത് പറയുന്ന നല്ല രസമുണ്ട് കേട്ടോ. സീരിയസ് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം, എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം ഞാൻ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. സത്യമായിട്ട് അടിപൊളിയായിട്ടുണ്ട്. മമ്മിക്ക് കൊടുക്ക്. സൂപ്പറാ. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. ഇനിയിപ്പോ ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും പറയണം. അതുപോലെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കുക്കിംഗ്, എന്തെങ്കിലും പുതിയ സാധനം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഏട്ടൻ ഉണ്ടാക്കി തരും. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അതൊന്നും ചെയ്യാൻ മറക്കരുത്. അതെ, അപ്പൊ ഞങ്ങൾ ബിസി ആവാൻ പോവാൻ, ഞങ്ങൾ കഴിക്കാൻ പോവാം. ഓക്കെ, ബൈ.